മനുഷ്യക്കടത്തിൽപ്പെട്ട യുക്രൈനെതിരായ റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ കുടുങ്ങിയ മലയാളിയെ ഡൽഹിയിലെത്തിച്ചു. തിരുവനന്തപുരം പൊഴിയൂർ സ്വദേശി ഡേവിഡ് മുത്തപ്പനെയാണ് തിരികെ എത്തിച്ചത്. ഇന്ത്യൻ എംബസി നൽകിയ താൽക്കാലിക യാത്രാരേഖ വഴിയാണ് ഇദ്ദേഹത്തിൻ്റെ മടക്കം സാധ്യമായത്. വിവരങ്ങൾ അഖിൽ ഷാ അൻസാർ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. അഖിൽ ഷാ, ഗുഡ് മോർണിംഗ്. ഈസ്റ്റർ ഡേ ആശംസകൾ പറയൂ. എസ്കെൻ, ഗുഡ് മോർണിംഗ്. വളരെ സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ് വരുന്നത്. അതായത് ഏറ്റവും പ്രധാനമായും നമ്മൾ വളരെ ആശങ്കയോടുകൂടി കണ്ടിരുന്ന കാര്യമാണ് ഈ റഷ്യയിൽ അകപ്പെട്ട മലയാളികൾ ഉൾപ്പെടെയുള്ളവരുടെ അവസ്ഥ എന്താകുമെന്നുള്ളത്. എന്തായാലും ഏറ്റവും പ്രധാനമായും ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഈ റഷ്യയിലെ എംബസിയിൽ നിന്നും ഡൽഹിയിലേക്ക് ഈ പൊഴിയൂർ സ്വദേശിയായ ഡേവിഡ് മുത്തപ്പൻ എത്തിച്ചിരിക്കുന്നത്. ഇയാളിൽ നിന്ന് CBI ഉദ്യോഗസ്ഥർ വിശദമായ വിവരങ്ങൾ തേടി വരികയാണ്. നമുക്കറിയുന്ന പോലെ തന്നെ ഈ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് മലയാളികൾ ഉൾപ്പെടെ നിരവധി പേർ റഷ്യയിൽ അകപ്പെട്ടിട്ടുണ്ട്. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന് അവർ പ്രവർത്തിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വലിയ അന്വേഷണം തന്നെയാണ് CBIയുടെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ നടക്കുന്നത്. ഏറ്റവും ഒടുവിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഇത്തരത്തിൽ രണ്ടുപേരെ ഈ എംബസി ഉൾപ്പെടെ ഇടപെട്ട് കണ്ടെത്തുകയും അവരെ എംബസിയിൽ എത്തിക്കുകയും അവരെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയത്. താൽക്കാലിക യാത്രാരേഖകൾ നൽകിയാണ് ഇപ്പോൾ നിലവിൽ ഈ ഡേവിഡ് മുത്തപ്പനെ ഡൽഹിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അടുത്ത വരും ദിവസങ്ങളിൽ തന്നെ ഇദ്ദേഹത്തെ സ്വന്തം നാടായ പൊഴിയൂരിലേക്ക് എത്തിക്കുമെന്നുള്ള കാര്യവും ഈ ഔദ്യോഗികമായി അറിയിക്കുന്നുണ്ട്. ഒപ്പം ഈ നേരത്തെ ഈ മറ്റൊരാളെ, അതായത് അഞ്ചുതങ്ങ സ്വദേശിയായി നിഖിൽ സെബാസ്റ്റിനെയും ഈ എംബസിയിൽ എത്തിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ യാത്ര എപ്പോഴൊക്കെയായിരിക്കും, അതായത് ഡൽഹിയിലേക്കുള്ള യാത്ര എപ്പോഴായിരിക്കും എന്നുള്ളതിൽ ഇപ്പോഴും ഒരു അവ്യക്തത തുടരുകയാണ്. അദ്ദേഹത്തിനുമായുള്ള ഈ താൽക്കാലിക രേഖയും സജ്ജമാക്കി വെച്ചിട്ടുണ്ട്. എസ്കെൻ, താങ്ക് യു. അഖിൽ ഷാണ് വിവരങ്ങൾ നൽകിയത്.